Okay, I'll do that. Hi, have a seat, everyone. I'm going to be using my own voice, so it's okay. Oh, it's closed. That was a wonderful game, Shane and Sophie. Wherever you stole it from. Josh, how do you open this? How do you open this? How do you open this? All right. Next game we're going to use the Malayalam. So those of you kids who were born and brought up in the Malayali families, even though you refuse to speak Malayalam, I think the kids are saying the parents for you guys can teach them. So starting tomorrow when you get home, get an enjavadi and a balabalam. Or balabidam. We have Amachi here, we have two Amachis here, they can help you. Even my mother was a teacher, there's other teachers here, they will help you with the Malayalam, okay? Moving on to the next program, we have a great singer here. Come from a long, വളരെ ഗാനങ്ങൾ എഴുതുകയും പാടുകയും ചെയ്ത ഒരു ഭാരതത്തിൽ നിന്ന് വന്ന ഒരു സഹോദരിയാണ്. സഹോദരിയുടെ പേരാണ് ലിസി മട്ടക്കൽ ജോർജ് കുട്ടി. ഞാൻ ചില ചോദ്യങ്ങൾ സഹോദരിയോട് മലയാളത്തിൽ ചോദിക്കുകയും ആ സഹോദരി അതിൻ്റെ മറുപടി വലിയ ദാസന്മാർ എഴുതിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കൂടി നമ്മളോട് മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾ ദയവായി ഞങ്ങളോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ ദയവായിട്ട് അതിനോട് ആദ്യമായിട്ട് നിങ്ങൾ ക്ഷമ അപേക്ഷിക്കുകയാണ്. Yeah, write check in my name. So we're going to start our thing. Okay? പറഞ്ഞ പോലെ സഹോദരിയുടെ പേര് ലിസി ജോർജ് മട്ടക്കൽ ജോർജ് കുട്ടി. നമുക്കെല്ലാം പുള്ളിക്കാരുടെ പേരെല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ച് നാട്ടിൽ പല നാട് നമുക്ക് സൗകര്യം അറിയാവുന്ന പല സൗകര്യ സ്വാരന്മാരോടെ ഉണ്ട്. ചിലർക്ക് മാത്രമേ അറിയാത്തുള്ളായിരിക്കും ഷാലുവിനെ പോലുള്ളവർ. പക്ഷെ ഷാലു മലയാളം അറിയത്തില്ല, എനിക്ക് ഹിന്ദി അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ സഹോദരിയോട് ചോദിക്കുകയാണ്, ഏത് നാട്ടിലാണ് പിറന്നത്, വളർന്നത്, ജീവിച്ചത്, പിന്നെ അങ്ങോട്ട് വന്നു? എന്റെ ദേശം നീ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. മേലിനെരുശലേം എന്നെ ചേർത്തുകൊള്ളുവാൻ ഒരുങ്ങി തൻ ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുന്നു. ഓ, വളരെ നന്ദി. ഹാമിന്റെ ദേശം എന്ന് പറയുമ്പോൾ ഒത്തിരി പഴയ കാലത്തേക്ക് അറിയാം, പഴയ യുഗത്തിലേക്ക് അറിയാം. എത്ര വയസ്സുണ്ട്? എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഈ വിശ്രമത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് വളരെ വലിയ ലോങ് ഹിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ പഴയ ചരിത്രകാലത്ത് തലമുറകളായിട്ട് എന്നാ നിങ്ങളുടെ പറയാനുള്ളത്? തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാം, പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർപ്പു ജീവിക്കുന്നു നമുക്കായി. തലമുറ പല കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, തിരിച്ച് നാട്ടോട്ട് പോകുമ്പോൾ എന്തായിരുന്നു കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നോ, ഏത് കേട്ടുള്ള മട്ടക്ക ഫാമിലിയോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തെ ആദ്യത്തെ സ്ഥിതി എന്നായിരുന്നു കല്യാണം കഴിഞ്ഞോട് ചെന്നപ്പോൾ? പക്ഷെ അത് ആ വീട്ടിൽ ചെന്നപ്പോൾ കാര്യം. പക്ഷേ ഞാൻ സഹോദരിയുടെ പ്രിയതമനെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുപോലെ പലരും കേട്ടിട്ടുണ്ട്. പുള്ളിയെ കുറിച്ച് എന്നാ പറയുന്നത്?
സൈമൺ സാർ എഴുതിയ പാട്ട് ഈ അണ്ടർവോനെ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമേ പറയാനുള്ളൂ ആ നല്ല മനുഷ്യനെ കുറിച്ച്. എൻ പ്രിയനെ പോൽ കാണുന്നില്ല മേലാലിൽ ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാനില്ല. കാണുന്നില്ല മേലാലിൽ ഞാൻ കാണുകയില്ല. അത് നല്ല കാര്യം, അത് ഏതായാലും നന്നായി. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം ഒരു ദാനമായിട്ട് ഒരു കുഞ്ഞുങ്ങളെ തന്നു. അവരെ കുറിച്ച് എന്നാ പറയാനുള്ളത്? ഒരു കുഞ്ഞ്, പിന്നെ അത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നോക്കുമ്പോ രണ്ടുപേരുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവരോട് പറയാനുള്ളത്? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് വീട്ടിൽ തന്നെയുള്ളപ്പം ജോലികൾ നിങ്ങളൊന്നും മത്സരം ഉണ്ടാവും. നിങ്ങളും എന്നാ ചെയ്യുന്നത്? എൻ പ്രിയൻ വലങ്കരത്തിൽ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ഓക്കെ, പിന്നെ നമ്മൾ പല കാര്യങ്ങളും പറയും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ലിസിയാനിക്ക് ഹാർട്ട് പ്രോബ്ലം, ഹെമറോയിഡ് പ്രോബ്ലം, ഹിസ്റ്ററി, പല സിക്നസ് ആയിട്ട് ആശുപത്രിയിലൊക്കെ ചെന്നാലും ആ സമയത്ത് ഏത് പാട്ട് പാടി ആശ്വാസിച്ചത്? ഒന്നുമില്ലായെങ്കിലും എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്തത് മുമ്പോട്ട് പറയുന്നത് നമ്മൾ ഓൾറെഡി സഹോദരിയുടെ മക്കളെ കുറിച്ച് കേട്ടു. അപ്പം നമുക്കറിയാം സോഫി ന്യൂയോർക്കിൽ വന്നു. അപ്പം ഇതിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെന്റിന് മുമ്പും സോഫിയെ കണ്ടപ്പോൾ എന്നാ ഓർത്തത്? കനകവും മുത്തൂരത്തും ഇവയണിയില്ലെങ്കിലും സുമുഖിയാമിവൾ കണ്ടം അമ്പരൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേം. കേട്ടിട്ടും പറഞ്ഞിട്ട് ഇപ്പൊ യോയാ പറയാം. പക്ഷെ ചില നേരത്ത് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ആ സമയത്തൊക്കെ സൗരി എന്നെ ഉദ്ദേശിക്കുന്ന മദറിൻലോ, സൺ ഡോട്ടറിൻലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ എന്നാ അതിന്റെ അത് ഏതു നേരത്തും ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. I will ask a few things in English for the sake of the younger children, and she's also sings beautifully in English also. The few lines that we went over just a few minutes ago. As you all know, this is Lysiandi, and that's George Engel, and they have a son Shane, Sophie, and little Nicholas. So, right before Shane came out of college, you know, and his marriage time was up, what were you thinking? How was your life like? Can you explain? Teach me thy way, O Lord, teach me thy way. Thy guiding grace afford, teach me thy way.
Feed me with heavenly light, teach me thy way. Oh, very good, very good. I'm glad you prayed that prayer. But so right after the marriage, as a big family, how did you feel afterwards? When peace like a my way, when sorrows like sea billows fall, whatever my Lord, thou hast taught me to say, it is well with my soul. Very well, very well. So that's then. Now after the grandchild and everything, how do you adjusting to everything? I'm so glad I learned to trust the precious Jesus, Savior, friend, and I know that thou art with me, will be with me to the end. Very good. And Nicholas, precious baby, plus you also taught Sunday school. She was also really nice to all the little children. And we appreciate that. So what did you learn towards the children? Jesus loves the little children, all the children of the world. Red and yellow, black and white, all are precious in His sight. Jesus loves the little children of the world. I know a few weeks ago Shane was saying, and so we were saying Nicholas was not feeling well, he was kind of ill. So what songs did you sing to him? Jesus loves me still, though I'm very weak and ill. From His shining throne on high, comes to watch me where I lie. Very good, very good. I want all these little children here to know, what is your favorite book? The Bible, yes, that's the book for me. I stand up for the word of God, the Bible. Very good. Very good, children, pay attention to that. I'm switching back to Hindi, now Malayalam. So നമ്മൾ ഇച്ചിരി മുമ്പേ നാട്ടിലെക്കാരും വീട്ടിലെക്കാരും ഇവിടെയൊക്കെ പറഞ്ഞു മട്ടക്കരക്കാരിയല്ല ഇവിടുത്തെ കാര്യം. അപ്പം ക്രിസ്ത്യാനിയുടെ പല സഹോദരന്മാരും ഒക്കെ അമേരിക്കയുണ്ട്. പക്ഷെ ഞങ്ങൾ അവരെ ആരും ഇവിടെ കാണുന്നില്ല. പിന്നെ ബന്ധുക്കളും സ്വന്തക്കളും ഒക്കെ എന്ത് ചെയ്യും? കൂട്ടം വെറുത്തന്റെ കൂട്ടുകാരും വെറുത്തു എന്നാൽ കൂട്ടായി തീർന്നന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടായെന്നാൽ കൂട്ടായി തീർന്നന്റെ സ്വർഗീയ സ്നേഹിതൻ. അത് കേട്ടിട്ട് ഭയങ്കര വിഷമവും വേദനയൊക്കെയാണ് തോന്നുന്നല്ലോ ജീവിതത്തില്. കഷ്ടപ്പാട്, ദുഃഖങ്ങൾ അങ്ങനെയൊക്കെ എന്നാ പാടുന്നത്? മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. നമ്മളിവിടെ റിട്രീറ്റിന് വന്ന് വളരെ സന്തോഷമായിട്ട് പോയി, വളരെ നമ്മളവിടെ എൻജോയ് ചെയ്തു. ചിലർ സ്കൂളിൽ പോയി, സ്കൂൾ പതിയുണ്ടായിരുന്നു. എന്നാലും അവിടെ ഞാനപ്പോൾ ഫുഡ് എടുക്കുന്ന ലാനിക്കുണ്ട്. പലരും വന്നൊക്കെ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആനിയാണ്ടി ഉണ്ടാവും. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ അല്പമല്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ അല്പമല്പം വിശപ്പിനും സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. അത് അല്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വല്പ ആരായിട്ട് കുടിച്ചെന്ന് തോന്നുന്നു അങ്ങനെ. പക്ഷെ ഇന്ന് നമ്മളിവിടെ വളരെ ഒത്തിരി അടുത്ത നമ്മൾ ട്രെയിൻ പോകുന്നുണ്ട്. വിന്റർ സമയത്ത്, സമ്മർ സമയത്ത് ചൂടടിച്ച്, ദേഹത്തെല്ലാം ചൂടടിച്ചു. ചിലരുടെ കളർ മാറി. ജവിയൊക്കെ ഉള്ളവർ അവരോട് പറയാനുള്ളത്
ഉലക കൊടുമയിൽ കൊണ്ടതിനാൽ ഇരുനിറമായി എനിക്കെങ്കിലും താൻ ഉലക കൊടുമയിൽ കൊണ്ടതിനാൽ ഇരുനിറമായി എനിക്കെങ്കിലും താൻ തള്ളിയെന്നെ തിരുകുകയാൽ കണ്ണരമനയിൽ ചേർക്കുകയായി. അതുപോലെ വേറെ സഹോദരി ഷിബി ഫാർമസി ജോലി ചെയ്യുന്ന ഇപ്പൊ ഞാൻ മരുന്ന് ചെയ്യുന്ന കോപ്പയ ലാപ്പയ ഓപ്പയ പാൽപ്പയായിട്ട് നമ്മളെ വളരെ കഷ്ടപ്പെടുത്തുക ഈ ഫാർമസിസ്റ്റ്. അവർ ഞാൻ വളരെ അവരെ കുറിച്ച് ഓർക്കണം, എന്നാ അവരെ കുറിച്ച് പാട്ടും പാടി ആശ്വസിക്കണമെന്ന് വലിയ പാട്ടുണ്ടോ? രോഗാശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവൻ, നല്ല വൈദ്യനും ദിവ്യ ഔഷധവും ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ആത്മസഖിയും അവൻ തന്നെ. അത് കൊള്ളാം, അതെനിക്കൊണ്ട ഷിബി പാടുന്നത്. പലപ്പോഴും നമ്മൾ കോൺഗ്രസ് പോകുമ്പോഴും ചർച്ച പോകുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, സൺഡേയിൽ നല്ലൊരു ഗാനം ഉണ്ട്, അത് വീണ വായിക്കുക. അപ്പോഴല്ലേ മാത്തോർക്കമായി കണ്ടില്ലേ? അത് എന്താ പറയുന്നത് അതിനെ കുറിച്ച്? മോശയുടെ പഴവിണയതും വെളിപ്പാടിയിലെ യോഹന്നാൻ വീണയതും, മോശയുടെ പഴവിണയതും വെളിപ്പാടിയിലെ യോഹന്നാൻ വീണയതും ഒന്നിച്ചു യോജിച്ചു പാടുന്ന പാട്ടിതു കേൾക്കുന്നവർ കവിതാനന്ദമേ. ശരിയാ ശരിയാ. എന്തെങ്കിലും ഹാർമോണിയം കൊള്ളുന്നുണ്ടോ? അത് നന്നായി. അപ്പൊ ഞാൻ പലപ്പോഴും ജിയ ഇന്റർനാഷണൽ സാമിന്റെ കടയിൽ പോയി പല സാധനങ്ങൾ വാങ്ങിക്കണം, പക്ഷെ കണ്ടിട്ടില്ല. ലിസിയാന്റെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാ പറ്റി? നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ദാസന്റെ പൈസ കൊടുക്കുന്നു. അത് കുഴപ്പമില്ല. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പുറകെ നോക്കാറുണ്ട്. അപ്പം ജോഹനായും റേസിസ്റ്റും ഒക്കെ നല്ല പുറകെ നല്ല ജാസ്മിൻ ഫ്ലവർ ഒക്കെ ഉണ്ട്. നല്ലതാണ് ഇല്ല ചെറുതോ? ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങളെന്നുടെ, ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങളെന്നുടെ അന്തികം രമ്യമാക്കുന്നു പരമേശ. ചില സമയം ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് കണ്ടില്ല, എൽസിയാനി എന്ത് ചെയ്യേ നല്ല മിനിങ്ങി റെഡി ആയിട്ട് വരുന്നുള്ളൂ. എന്നാ പറയുക? പൊന്നും വസ്ത്രങ്ങളും പിന്നും രത്നങ്ങളും ഇതിനു സമമതോഴ. പൊന്നും വസ്ത്രങ്ങൾ പിന്നും രത്നങ്ങളും ഇതിനു സമമതോഴ. എന്നും പുതുവേലം അരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. അത് ശരിയാ. ഞാൻ പലപ്പോഴും ഓർക്കണം, ഞങ്ങളുടെ വീട്ടിൽ മമ്മി എപ്പോഴും പുറത്ത് അകത്തുനിന്ന് കുക്ക് ചെയ്തുകൊണ്ട് കലത്തിനിടയ്ക്ക് അവിടെ ഇവിടെ അകലങ്ങൾക്കിടയിൽ നീയാകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റമേൽ. കാന്തൻ പ്രേമരസമതു ഭവതിയുടെ മനമാശു തന്നൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കും. ആകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ, നീയും വാനലോകെ പറന്നേറും പ്രാവു പോൽ. പിന്നെ പറയാം. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ടി വി നോക്കിയപ്പോൾ ജോലോസിന് ചർച്ചയെല്ലാം 10-25,000 പേരായിരിക്കുന്നു. TD ജേക്സിനാണ്. നമ്മളൊരു ചെറിയ കൂട്ടമാണ് നമ്മൾ, പക്ഷെ നമ്മൾ ഹാപ്പിയാ.
അതിനെക്കുറിച്ച് വല്ല പാട്ടുണ്ടോ? ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതിനി, പരമരാജ്യം തരുവതിന്നു താതനിഷ്ടമായി, പരമരാജ്യം തരുവതിന്നു താതനിഷ്ടമായി. ഉറപ്പും ധൈര്യവും നല്ല സ്ഥിരതയും കലം ഒരുങ്ങി നിൽപ്പിൻ തിരുവചനമനുസരിക്കുവാൻ. ഞാൻ പറഞ്ഞ പോലെ അവരുമായിട്ട് നമ്മളുമായിട്ട് പല ഡോക്ടറിന് വ്യത്യാസം അതുകൊണ്ട് നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ, സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യമവർഗാഹ്ലാദം, കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. നമ്മൾ ഈ ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കണം. ചിലപ്പോൾ നമ്മൾ പലരുടെയിൽ നിന്നും പരിഹാസങ്ങളും അതുപോലെ വേണ്ടാത്ത കേൾക്കാറുണ്ട്. ശരിയല്ലേ? കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി, ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ശരിയാ, രാജാതിരാജൻ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. അതുകൊണ്ട് ചില പിന്മാറ്റത്തിലുള്ള എന്നെ പോലുള്ളതൊക്കെ എന്നാ പറയാനുള്ളത്? കാണുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ റിട്രീറ്റ് സമയത്ത് കഴിഞ്ഞ് പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾ പ്രമാണിലെ അപ്പച്ചനെ കുറിച്ച് കേട്ടത്. അപ്പച്ചൻ നിത്യയിലേക്ക് പോയി, അതുപോലെ പലരും നമ്മളെ കഴിഞ്ഞ് പോയി. നമ്മൾ അവരെ കുറിച്ചുള്ള പ്രത്യാശ തന്നെയാണുള്ളത്. പിരിഞ്ഞു പോയ പ്രിയരെ കണ്ടു, പിരിഞ്ഞു പോയ പ്രിയരെ കണ്ടു, പരമനാട്ടിൽ കുതുകം കൊണ്ടു, പരമനാട്ടിൽ കുതുകം കൊണ്ടു. പ്രേമനിധിയെ കാണുവതെന്നിനി ഏറെയാമോ നാളിനിയും യേശുവേ കാണുവാൻ. കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് എനിക്കൊന്ന് ഞായറാഴ്ച പോയിട്ടാണ് നമ്മൾ ടി വിയിൽ എടുത്ത ബിൻ ലാദനെ പിടിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ വറിയായിട്ടിരിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? നമ്മളെങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുന്നത്? സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാൻ തിരുവചനമോർക്കവേ ഭൂമാകവേ, തമ്പുരാൻ തിരുവചനമോർക്കവേ ഭൂമാകവേ. അതുപോലെ തന്നെ ചില മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ജപ്പാനിൽ സുനാമി അടിച്ച് എത്രയോ പേര് മരിച്ചുപോയി. അതുപോലെ ആഫ്രിക്ക ക്ഷാമം, അതുപോലെ അഫ്ഗാനിസ്ഥാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, നമ്മളെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം കേട്ടോണ്ട് ദിവസവും ടി വി കേട്ടോണ്ടിരിക്കല്ലേ? യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ അതുപോലെ പല സംഭവങ്ങൾ, ടൊർണേഡോ അലബാമ, നമ്മുടെ തന്നെ രാജ്യത്ത് 350 മരിച്ചു. പല പാട്ടുകൾ നമ്മൾ കേട്ടു.
നമുക്ക് തന്നെ അതിനുവേണ്ടി ഈ പാട്ട് ഈ സംഭവമൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകുന്നത് ശാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ക്ഷമിച്ചിടുവാൻ വേഗം പറന്നു പോകാൻ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളൊരു പ്രത്യാശയാണ്. നമുക്ക് വേണ്ടി നമ്മളിവിടെ കൂടി വരികയും ചെയ്തു. നമ്മൾ പല പാട്ടുകൾ കേട്ടു, ചിലതൊക്കെ തമാശയായിരുന്നു. പക്ഷേ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. ഈ സംഭവം കേൾക്കുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവ് വരുന്നു. അതിനുവേണ്ടി ഇവരോട് തന്നെ ഒരു 4 പേരുടെ പാടിയാൽ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. ദൈവമക്കൾ നമുക്ക് സ്വർഗം സുന്ദരദേശം. ദൈവമക്കൾ നമുക്ക് സ്വർഗം സുന്ദരദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മന്മയമാവിയുലകിൽ കാൺമതുമായ വന്മഹിമാദനം സുഖങ്ങൾ സകലവുമായ. വന്മഹിമാദനം സുഖങ്ങൾ സകലവുമായ. Thank you very much. Thank you.